ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തനംതിട്ടയിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നയനേനെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആദർശ്. അവിടെയാണെന്നുണ്ടെങ്കിൽ പവിത്ര ആകെ സങ്കടത്തിലാവുകയാണ്, പുതിയ ഡിസൈൻ വരച്ചെടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നയനെ അതൊക്കെ കാണുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദു ആണെന്നുണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് നന്ദുവിനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം. അപ്പം നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം. അങ്ങനെ ആദർശം നയനയും കൂടിയിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഓഫീസിൽ പോയിട്ട് മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കാൻ നിൽക്കരുത്, ഇത്തിരി പക്വതയോട് കൂടിയിട്ടൊക്കെ പെരുമാറണം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്താണ് ഇവൾ ആലോചിക്കുന്നത്, അയ്യോ വീട് പൂട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നെക്കാളും വിശ്വാസമുണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റിനെ, അതുകൊണ്ട് പൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം നയന് നേരെ വണ്ടി എടുത്ത് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദു കൂട്ടുകാരെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരാളാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ വളരെയധികം അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ വീട്ടുകാരെന്തായാലും സമ്മതിച്ചിരിക്കുന്നു, നിൻ്റെ അമ്മ രാവിലെ തന്നെ നടക്കാൻ പോയതിനൊരു ഉപകാരം ഉണ്ടായെന്ന് പറയുകയാണ്. അതുകൊണ്ടല്ലേ കാശുള്ള വീട്ടിലേക്ക് തന്നെ നിൻ്റെ 2 ചേച്ചിമാരെ ഒരു കാശ് ചിലവില്ലാണ്ട് കല്യാണം കഴിക്കാനായിട്ട് പറ്റിയത്. എന്തായാലും നിൻ്റെ മൂത്ത ചേച്ചീനെ സമ്മതിച്ചു, അവൾ കാരണമല്ലേ ഇപ്പോൾ ആ വീട്ടിലേക്ക് ഒരു ആലോചന വന്നത്. അതേപോലെ അതുകൊണ്ട് നിൻ്റെ 2ാമത്തെ ചേച്ചീനോടേക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് പറ്റി. നിൻ്റെ മൂത്ത ചേച്ചിയാണെങ്കിൽ അവിടുത്തെ താഴെയുള്ള മോൻ്റെ കൂടെ ഓടിപ്പോയി. അപ്പോൾ പറയുന്നുണ്ട് നന്ദു, നിർത്ത് ഈ സംസാരം ഇവിടെ വേണ്ടാന്ന്. അയാൾ പിന്നെയും സംസാരിച്ച് തുടങ്ങിയാണ്. എന്നാലും നിൻ്റെ മൂത്ത ചേച്ചിനെ സമ്മതിച്ചിരിക്കുന്നു, കല്യാണത്തിന് മുമ്പേ തന്നെ വയറ്റിൽ കുട്ടീനെ ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ അവിടെ നടന്നത്, നിൻ്റെ കുടുംബം തന്നെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദുവിന് ഇത് കേട്ടിട്ട് വളരെയധികം ദേഷ്യം വരികയാണ്. അപ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്ന ബാറ്റ് വെച്ചിട്ട് ആ കൂട്ടുകാരൻ്റെ തലയ്ക്ക് നോക്കിയിട്ട് അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവനോട് വീണ് പോകുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, എന്ത് പണിയാണ് നന്ദു നീ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ നിലത്ത് വീണ കൂട്ടുകാരനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ ചെയ്തു പോയതിന് നന്ദുവിന് വളരെയധികം ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ നന്ദു നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ നോക്കുകയാണ്. എന്താടാ നന്ദുക്കുട്ട, നീ ഒന്നും മിണ്ടാതെ പോകുന്നതെന്ന് പറയാണ്. അതൊന്നുമില്ല അമ്മേ, നിൻ്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ പോലെ ഉണ്ടല്ലോ. അപ്പം നന്ദു പറയുന്നുണ്ട്, അതൊന്നുമില്ല എന്ന് പറഞ്ഞില്ല അമ്മയെന്ന്. എനിക്ക് നിൻ്റെ മുഖം കണ്ടല്ലോ അറിയില്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ ചേച്ചിമാരെന്തെങ്കിലും വിളിച്ച് പറഞ്ഞോ, അതിൻ്റെ ടെൻഷനാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മേ, ഞാൻ റൂമിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദു നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ആ അടി കൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന കൂട്ടുകാരൻ നന്ദുവിനെ വിളിക്കുന്നത്. നീ എന്ത് പണിയെ കാണിച്ചത്, അവനെ ബാറ്റ് കൊണ്ട് തല്ലണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, 2 ഇടി ഇടിച്ചിരുന്നെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. എടാ കാര്യം പറ, എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ദേ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് തലയിൽ 6-7 സ്റ്റിച്ചോളം വരുന്നുണ്ട്, അവളെ വീട്ടുകാരൊക്കെ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണേന്ന് പറയണം. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരാടാ. അപ്പോൾ പറയുകയാണ് അയാൾ, അതെങ്ങനെ ഒഴിവാക്കാനാടി, ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ അവർ വീട്ടുകാരൊക്കെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്, അവിടെ അടുപ്പിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, ഞാൻ എങ്ങനെ ഇതിപ്പോൾ പോയി പറയാനായിട്ടാണ്, നീ എന്തായാലും കരുതിയിരുന്നോളാനായിട്ട് അവൻ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നന്ദു വളരെയധികം ടെൻഷനിലാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശം നയനയും കൂടിയിട്ട് ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും അവരെ സ്വീകരിക്കുന്നുണ്ട്, ബഹുമാനത്തിൽ എണീറ്റൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നയനേനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അറിയാത്തവർക്ക്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ വരുന്നത് പവിത്രയുടെ അടുത്തേക്കാണ്. അപ്പോൾ പവിത്രയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി ഡിസൈൻസൊക്കെ റെഡിയല്ലേ, ആ ഒരു പേപ്പറൊക്കെ കൊണ്ട് നേരെ എൻ്റെ ക്യാബിനേക്ക് വന്നോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നയനും ബാഗൊക്കെ പിടിച്ചിട്ട് ആദർശിൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ എന്തിനു എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത്, നിനക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നടന്ന് കണ്ടുകൂടെ എന്ന് പറയുകയാണ്. അങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പവിത്ര ഡിസൈനുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഡിസൈൻസൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ആദർശിന് ദേഷ്യം വരികയാണ്. ഇത് പഴയ മോഡൽ ഡിസൈൻസ് തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ക്ലയൻസൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്, ഈ സമയത്ത് ഞാൻ അവർക്ക് ഡിസൈൻ കാണിച്ചു കൊടുക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുക, ഇതൊക്കെ പഴയ ഡിസൈൻസാണ്, നീ എങ്ങനെയെങ്കിലും പുതിയത് വരച്ചു കൊണ്ട് വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പവിത്രയുടെ മേലിൽ പ്രഷർ ചെലുത്തുകയാണ്. അപ്പോൾ പവിത്രയാണെന്നുണ്ടെങ്കിൽ വളരെ ടെൻഷനിലാവുന്നുണ്ട്. ആ സമയം നയൻ ആ ഡിസൈൻ എടുക്കാൻ പോകുമ്പോൾ, നീ എന്തിനിപ്പോൾ തീർക്കേണ്ട കാര്യം, നീ ഈ കാര്യങ്ങളൊന്നും ഇടപെടാണ്ട് പോയെന്ന് പറയാണ്. അങ്ങനെ അവിടെ നിന്ന് നയനെ പോകുന്ന സമയത്ത് തിരിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് വളരെയധികം ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദർശ്. അപ്പോൾ നയനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, വീട്ടിലുള്ളേക്കാളും വലിയ മൂർഖനായിട്ടാണല്ലോ ഇവിടെ ഓഫീസിൽ പെരുമാറുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ പവിത്രയ്ക്കാണെങ്കിൽ വളരെയധികം ടെൻഷനാവുന്നുണ്ട് ആദർശിൻ്റെ ആ ഒരു പ്രഷർ കിട്ടിയപ്പോൾ. പിന്നീട് കാണിക്കുന്ന പവിത്രയാണെന്നുണ്ടെങ്കിൽ അവളെ ആ ഒരു ക്യാബിൻ്റെ അവിടെ വന്നിരുന്നിട്ട് അവൾ പുതിയ ഡിസൈൻസൊക്കെ വരച്ചുകൊണ്ടിരിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ ടെൻഷനിൽ പുതിയ ഡിസൈൻസ് ഒന്നും തന്നെ ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് പുതിയ ഡിസൈൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുറച്ച് ഡിസൈൻസ് വരച്ച് കൊണ്ടുപോയി ആദർശിനെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നതാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി വളരെയധികം ടെൻഷനിലായത് കണ്ടിട്ട് അവിടേക്ക് നയന വരുന്നുണ്ട്. അങ്ങനെ നയന വന്നിട്ട് പറയുന്നുണ്ട് വേറെ ഡിസൈൻസൊക്കെ വരയ്ക്കാനായിട്ട്.
അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കിങ്ങനെ ടെൻഷൻ്റെ ഇരുന്ന് കഴിഞ്ഞാൽ പുതിയ ഐഡിയാസ് ഒന്നും വരില്ല, എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതാണ് തോന്നുന്നതെന്ന് പറയാണ്. അപ്പോൾ പറയുന്നത് കുട്ടി ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുമെന്ന് പറയാണ്. അപ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് വരികയാണ്. എന്നിട്ട് പറയാണ്, കുട്ടി നിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ജോലിക്ക് വിളിച്ച് തന്നത് നിനക്ക്, അപ്പോൾ നീ അതിനോട് ആത്മാർത്ഥത കാണിക്കുമെന്ന് പറയാണ്. അങ്ങനെ ആദർശാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കഴിവിന് പരമാവധി ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ആൾ. സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും അതിൻ്റേതായ അടുക്കും ചിട്ടയിലാണ് ആൾ ജീവിക്കുന്നത്. ഈ ഒരു പിക്ചർ നീ അടിപൊളിയായിട്ട് വരച്ചെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യേണ്ട രീതിയിലൊക്കെയുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് പറയണം. അങ്ങനെ അവൾ വീണ്ടും പടം വരയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഓഫീസിലെ മീറ്റിംഗ് നടക്കുന്ന ഒരു റൂമിൽ അവരെ ക്ലയൻസ് എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഡിസൈൻ കാണാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നത്. പക്ഷേ ഡിസൈൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തന്നെ എന്തായാലും ഞങ്ങൾ കാണിക്കാമെന്ന് പറയാണ്. അപ്പോൾ വന്നിരുന്ന ക്ലയൻസ് എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാരനായിരുന്ന അയാൾ വന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് ആദർശ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഞങ്ങൾ ആ ഒരു ഡിസൈൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ, എന്തിനാണ് ഇപ്പോൾ ഡിലേ ഇടുന്നത് എന്ന് പറയാണ്. ഇനിയപ്പോൾ അവരെ പിണക്കി പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ മോശമായിരിക്കും കേട്ടോ എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവരെ പിണക്കി പറഞ്ഞേക്കാനായിട്ട് പറ്റില്ല, കാരണം ഞങ്ങളുടെ ദുബായിലെ 3ാമത്തെ ഷോറൂം നടക്കുമ്പോൾ ഇവരെ കൊണ്ടൊക്കെ നമുക്ക് ഉപകാരങ്ങളുള്ളതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് വൈകാതെ തന്നെ ഡിസൈൻസ് കാണിക്കാമെന്നുള്ളൊരു കാര്യം ആദർശ് അയാളോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദാവനത്തിലാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ ഇങ്ങനെ കൊക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദു നീ ഭക്ഷണം കഴിക്കാത്തതെന്ന്. എത്രയൊക്കെ വലിയ കാര്യങ്ങളുണ്ടെങ്കിലും മോള് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മടി കാണിക്കാറില്ല, കാരണം നിനക്ക് ഫുഡ് ഡയറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ എന്താണ് മോളെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, എന്താണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഒന്നില്ല എന്ന് പറയുകയാണ്. മോൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് മോൾ പറയുമെന്ന് പറയാണ്. അപ്പോൾ ഒന്നില്ല എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ആ സമയം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരും തന്നെ എന്നോട് പറയുന്നില്ല, എല്ലാം അവസാനിച്ച് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നതെന്ന് പറയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ചേച്ചിമാരെന്തെങ്കിലും കാര്യം അന്വേഷിച്ചിട്ടാണോ ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ച് നടക്കുന്നതെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ട് കനക പറയുന്നുണ്ട്, ഞാൻ നവ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരൊക്കെ അവിടെ ഹാപ്പി ആയിട്ട് നടക്കുന്നതെന്ന് എന്ന് പറയുന്നുണ്ട് കനക. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അവർ പറയുന്നത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നവ്യ അങ്ങനെ നുണൊന്നും പറയുന്നില്ല, അവളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ അതേപോലെ തന്നെ പറയുള്ളൂ, ബാക്കിയുള്ളവരെ പോലെ അമ്മയ്ക്ക് വിഷമാവോ അച്ഛന് വിഷമാവോ എന്ന് വെച്ചിട്ട് നുണ പറയാനായിട്ടൊന്നും അവൾ നിൽക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഗോവിന്ദനും അവർക്ക് മനസ്സിലായി എന്തോ ഒരു വിഷമത്തിലാണ് നന്ദു, കാരണം അവൾ അത്രയധികം ബോൾഡായിട്ടുള്ള ഒരാളാണ്, അവൾക്ക് ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിലെത്തിക്കുകയാണ് കനകയും ഗോവിന്ദനും കൂടി സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കനകയും ഗോവിന്ദനും കൂടി നിൽക്കുകയാണ്. ആ സമയം അവിടേക്ക് പോലീസ് വരുന്നുണ്ട്. അപ്പോൾ ഓർമ്മയുണ്ടോ എന്നെ ചോദിക്കുന്നുണ്ട്. എന്താ സാറേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, പലിശക്കാരൻ വല്ല കംപ്ലയിൻറ്റ് തന്നെന്ന് ചോദിക്കുന്നുണ്ട്. അയാളൊന്നും കംപ്ലയിൻ്റ് ഒന്നും തന്നിട്ടില്ല, പിന്നെ സ്ത്രീകളെ നേരെ അതിക്രമം ചെയ്തുകൊണ്ടാണ് കേസും കാര്യങ്ങളൊന്നും ഉണ്ടാവാണ്ട് പോയത്. പക്ഷെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് വേറൊരു കാര്യത്തിനാണ്, നിങ്ങളുടെ മോളല്ലേ നന്ദു എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അവൾ എന്തെന്ന് ചോദിച്ചപ്പോൾ അകത്തുണ്ടെന്ന് പറയാണ്. അപ്പോൾ എന്താ സാറേ കാര്യം ചോദിച്ചപ്പോൾ അവൾ വിളിച്ചു കഴിഞ്ഞാൽ കാര്യം പറയാമെന്ന് പറയാണ്. അപ്പോൾ കനകയാണെന്നുണ്ടെങ്കിൽ നുണ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിന്നെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല, നീ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നുണ പറഞ്ഞതെന്ന് പറയാണ്. അങ്ങനെ പോലീസിനോട് പറയുന്നുണ്ട്, അകത്ത് കയറി നോക്കാനായിട്ട് പറയുകയാണ്. ആ സമയം അവൾ ആരെയോ വിളിച്ചിട്ട് കൂട്ടുകാരെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കേസായി എന്നുള്ള കാര്യം അവൾ അറിയുകയാണ്. അങ്ങനെ ഫോൺ വെച്ചിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവളുടെ റൂമിൽ പോലീസുകാർ വന്നിരിക്കുന്നതാണ്. അത് കണ്ടിട്ട് നന്ദു ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ പത്തരമാറ്റിലെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരേക്കും ബായ്.